ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്യേ നമഃ. ശ്രീ മഹാസരസ്വതീ നമഃ. അമ്മേ ദേവി വാമായേ പാഹിമാം പാഹിമാം. ഇനി അടുത്ത ശ്ലോകം നമ്മൾ 24-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത്. 25-ാമത്തെ ശ്ലോകത്തിൽ ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം വാതുനോഭിതേർഭദ്രകാളി നമോസ്തുതേ. ഈ ശ്ലോകത്തിൽ ഭദ്രകാളിയൊക്കെയാണ് നമസ്കാരം പറയുന്നത്. ജ്വാലാകരാളം, ജ്വാലകളെ കൊണ്ട് ഭയങ്കരമായി, അത്യുഗ്രമായി, അത്യുഗ്രം, അതിഭയങ്കരമായി, അതിരൗദ്രഭാവത്തോടുകൂടി, അശേഷാസുരസൂദനം, അസുരസൂദനം, എല്ലാ അസുരന്മാരെയും സൂദനം ചെയ്തവൾ, അതായത് ഹിംസിച്ചതായി വധിച്ചവളായിരിക്കുന്ന ത്രിശൂലം എന്ന ആയുധം ഞങ്ങളെ ഭീതേ പാതു, ഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ്. ഇതും ഇതുപോലെ ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം പാതു നോഭിതേർഭദ്രകാളി നമോസ്തുതേ. അവിടുത്തെ കയ്യിലിരിക്കുന്ന അസുരന്മാരെ നിഗ്രഹിച്ച ആ ത്രിശൂലം കയ്യിലിരിക്കുന്ന ആ ദേവിയെ, ആ ഭദ്രകാളി ദേവി, ആ കരാളമായ ആ ത്രിശൂലം കൊണ്ട് ഞങ്ങളെയും എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന്. അല്ലയോ ഭദ്രകാളി, അവിടത്തേക്ക് നമസ്കാരം ഭവിക്കട്ടെ, നമസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. മംഗളയായും കാളിയായും ഉള്ള ചണ്ഡികാദേവി ജ്വാലകളെ കൊണ്ട് അത്യുഗ്രമായി ഈ അസുരന്മാരെ വധിച്ച് അവിടുന്ന് ഈ 3 മുനയുള്ള ഈ ശൂലാഗ്രം കൊണ്ട് ദേവന്മാരെ വധിച്ച ദേവി ഞങ്ങളെയും ഭയത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ദേവിയോട് പറയുകയാണ്. ചണ്ഡികാദേവി അവിടത്തേക്ക് നമസ്കാരം. ഭദ്രകാളി ദേവി തന്നെയാണ് ചണ്ഡികാദേവി. ഇനി ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം പാതുനോഭിതേർഭദ്രകാളി നമോസ്തുതേ. അടുത്ത ശ്ലോകം 26-ാമത്തെ. ഹിനസ്തി ദൈത്യ തേജാംസി സ്വനേനാ പൂരേയാ ജഗത് സാ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യോ ന സുതാനിവ. ഇനി അല്ലയോ ദേവി, ഇവിടെ ഹിനസ്തി ദൈത്യ തേജാംസി. ഇനി ഹിനസ്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നുവോ. സാ ഖണ്ഡ, ഏത് മണിയാണ് നശിപ്പിക്കുന്നത് ആ മണി. സ്വനേന എന്ന് പറഞ്ഞാൽ ശബ്ദം കൊണ്ട്. ജഗത് ആപൂര്യ, അതായത് ഈ മണിയുടെ നാദം കൊണ്ട്, ഏത് മണിയുടെ നാദം കൊണ്ടാണോ ഈ ലോകത്തെ 3 ലോകത്തെ നിറച്ചിട്ട്, അതായത് ഒരു ചെറിയ ശബ്ദമല്ല ഉദ്ദേശിക്കുന്നത്, വളരെ വലിയ മണിയാണ്. ആ മണിയുടെ ശബ്ദം കൊണ്ട് 3 ലോകവും നിറയും. അതായത് ആ മണിയുടെ ശബ്ദം 3 ലോകത്തിലും മുഴങ്ങും. യാ ഖണ്ഡ, ഏത് മണിയിൽ നിന്നാണോ ശബ്ദം പുറപ്പെട്ട് 3 ലോകവും നിറയുന്നത് ആ മണി ശബ്ദം. ദൈത്യ തേജാംസി, അസുരന്മാരുടെ തേജസ്സുകളെ. ഹിനസ്തി സ, അവിടെ ആ മണിശബ്ദം അസുരന്മാരുടെ തേജസ്സുകളെയാണ് നശിപ്പിക്കുന്നത്. അനഹ സുതാനിവ, മാതാവ് പുത്രന്മാരെ എന്ന പോലെ. ന പാപേഭ്യ പാതു, ഞങ്ങളെയും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ ദേവി, ഈ ഭയങ്കരമായ നാദം കൊണ്ട് 3 ലോകങ്ങളെയും നിറച്ചിട്ട് അസുരന്മാരുടെ തേജസ്സുകളെ നശിപ്പിക്കുന്ന അവിടുത്തെ കയ്യിലുള്ള മണി മാതാവ് പുത്രന്മാരെ എന്ന പോലെ ഞങ്ങളെയും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. പാപം ചെയ്യാൻ പോകുമ്പോൾ ഈ മണി മുഴക്കി, മണിനാദങ്ങളെ കൊണ്ട് 3 ലോകവും നിറച്ചിട്ട് ഈ അസുരന്മാരുടെ വീര്യത്തെ നശിപ്പിച്ചതുപോലെ ആ മണി ദേവന്മാരെയും അതുപോലെ ഭക്തന്മാരെയും അസുരന്മാരിൽ നിന്നും മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നും മാതാപിതാക്കൾ എങ്ങനെയാണോ സ്വന്തം മക്കളെ കാത്തുരക്ഷിക്കുന്നത് അതുപോലെ ഞങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഹിനസ്തി ദൈത്യ തേജാംസി സ്വനേനാപൂരേയാ ജഗത് സാ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യോ ന സുതാനിവ. ഇനി അടുത്ത ശ്ലോകം. അസുരാശ്രഗ്വസാവങ്കചർച്ചിതസ്തേ കരോജ്വലഃ ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. ചണ്ഡികേ, അല്ലയോ ചണ്ഡികാദേവി, അസുരശൃഗ്വസാപങ്കചർച്ചിത, പങ്കം ചെളിപറ്റിയിരിക്കുന്നത്, പങ്കചർച്ചിത എന്ന് പറഞ്ഞാൽ ചെളിപറ്റിയിരിക്കുന്നു. അസുരശൃഗ്വസ, അസുരന്മാരുടെ രക്തവും അതുപോലെ തന്നെ അവരുടെ മേധസ്സും ആകുന്ന ചെളിയാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. തേ കരോജ്വലഃ, അവിടുത്തെ കയ്യിൽ ഖഡ്ഗഃ, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ട് അവിടുത്തെ കയ്യിലിരിക്കുന്ന വാള്.
ശുഭായ ഭവതു, ഞങ്ങളുടെ മംഗളത്തിനായി ഭവിക്കട്ടെ. വയം ത്വാം, ഞങ്ങൾ നിന്തിരുവടിയെ നമസ്കരിക്കുന്നു. വയം, ഞങ്ങൾ, ത്വാം, അവിടുത്തെ, അതായത് ദേവിയെ, നതാഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമസ്കരിക്കുന്നവരായി ഭവിക്കുന്നു. അതായത് അസുരന്മാരുടെ ചോരയും കൊഴുപ്പും, മേധസ് എന്നുദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ സ്ഥൂല ശരീരത്തിനെ ആണെങ്കിലും ആ മരിച്ച് ആ കൊഴുപ്പിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെളി പറ്റിയിരിക്കുന്നത്. നിന്തിരുവടിയുടെ കരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വാൾ, ഇപ്പോൾ അസുരന്മാരെ നിഗ്രഹിക്കുന്ന ആ വാൾ ഞങ്ങളുടെ മംഗളത്തിനായി ഭവിക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ചണ്ഡികാദേവിയോട് ഞങ്ങൾ അവിടുത്തെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അസുരന്മാരെ, അതായത് ചോര കൊണ്ടും കൊഴുപ്പ് കൊണ്ടും വ്യാപിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഇവിടെ കരത്തെ പ്രകാശിപ്പിക്കുന്ന വാൾ, അല്ലെങ്കിൽ ഈ ജഗത്തിൻ്റെ തന്നെ ശുഭത്തിനായിക്കൊണ്ട് വിളങ്ങുന്ന വാൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലയോ ചണ്ഡികേ ഭഗവതി, ഞങ്ങൾ ഇത് ദേവന്മാർ സ്തുതിക്കുന്നതാണ് നാരായണീ ദേവിയെ. അവിടുന്ന് അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ചു കഴിഞ്ഞ് ദേവന്മാർ പറയുന്നത് ഞങ്ങൾ എല്ലാ ദേവന്മാരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് ഏകശരണമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ദേവന്മാരെല്ലാവരും. ഇനി അടുത്ത ശ്ലോകം ഒന്നുകൂടെ പറഞ്ഞിട്ട് മതിയില്ലേ. അസുരാശ്രഗ്വസാ പങ്കജർച്ചിതസ്തേകരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. ഇനി അടുത്ത ശ്ലോകം. രോഗാനശേഷാൻ അപഹംസി ദുഷ്ടാരുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിത ഹ്യാശ്രയതാം പ്രയാന്തി. ഈ ശ്ലോകത്തിനും അതുപോലെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ശ്ലോകം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്കത് പറയുമ്പോൾ തന്നെ അറിയാം. രോഗാനശേഷാൻ, രോഗങ്ങളെ അശേഷം നശിപ്പിക്കും എന്നാണ് ഈ ശ്ലോകം. മറ്റ് ശ്ലോകങ്ങളുടെ കൂടെ ചേർത്ത് ജപിച്ചാലും അതല്ലെങ്കിൽ ഇത് മാത്രം ജപിച്ചാലും നമ്മളുടെ എല്ലാ രോഗങ്ങളും ശമിക്കുന്നതാണ് ദേവിയുടെ അനുഗ്രഹത്താൽ. അതിന് മറ്റ് ഔഷധങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ തുഷ്ട, രോഗാൻ അശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാതു കാമാൻ സകലാൻ അഭീഷ്ടാൻ. അതായത് തുഷ്ടയായാൽ, ദേവി സന്തോഷിച്ചാൽ, അശേഷാൻ രോഗാൻ, സകല രോഗങ്ങളെയും ഉപദ്രവങ്ങളെയും, രുഷ്ടാതു, ഇനി അവിടുന്ന് കോപിച്ചാലോ, സകലാൻ അഭീഷ്ടാൻ കാമാൻ അപഹംസി, എല്ലാ ഇഷ്ടങ്ങളായ നമ്മുടെ മനോഭിലാഷങ്ങളെയും നശിപ്പിക്കുന്നു. അപഹംസി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നു. ത്വാം ആശ്രിതാനാം നരാണാം, അവിടുത്തെ ആശ്രയിക്കുന്ന മനുഷ്യർക്ക്, നരന്മാർക്ക്, വിപത്ത് ന, ആപത്ത്, വിപന്നരാണാം, അതായത് നരാണാം, വിപത്ത് നഹ നരാണ, അതായത് മനുഷ്യന്മാർക്ക്, ജനങ്ങൾക്ക് ആപത്തുണ്ടാകുകയില്ല. ത്വാം ആശ്രിതാഹ, നിന്തിരുവടിയെ ആശ്രയിക്കുന്നവർ, ആശ്രയതാം, അന്യന്മാരാൽ ആശ്രയിക്കപ്പെടുന്ന സ്ഥിതിയെ, പ്രയാന്തി ഹി എന്ന് പറഞ്ഞാൽ ഇത് പ്രസിദ്ധമാണ്, അന്യന്മാരാൽ ആശ്രയിക്കപ്പെടുന്ന സ്ഥിതിയെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഇവിടെ അവിടുന്ന് സന്തോഷിച്ചാൽ സകല ഉപദ്രവങ്ങളും നീങ്ങും. അതുപോലെ തന്നെ രുഷ്ട, ഇവിടെ കോപിച്ചാൽ അതുപോലെ തന്നെ സകല അഭീഷ്ടങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് യാതൊരു ആപത്തുകളും ഉണ്ടാകുകയില്ല. അവർ മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെടുന്നവരായി ഭവിക്കുന്നു. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കാൻ തക്ക പ്രാപ്തിയുള്ളവരായി ഭവിക്കുന്നു എന്നർത്ഥം. നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു. മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കണമെങ്കിൽ നമുക്ക് ആശ്രയം കൊടുക്കാനുള്ള കെൽപ്പുണ്ടാകണ്ടേ? അതാണ് രോഗാനശേഷാൻ അപഹംസി രുഷ്ടാതു കാമാൻ സകലാൻ അഭീഷ്ടാൻ ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിത ഹ്യാശ്രയതാം പ്രയാന്തി. ഇവിടെ ഹ്യ എന്ന വാക്കിന് ഇവിടെ നാളെ, ഫ്യൂച്ചറിൽ എന്നും അർത്ഥമുണ്ട്. അതായത് രോഗാനശേഷാൻ, ഇവിടെ ത്വാം ആശ്രിതാനാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശ്രയിക്കുന്നവർ, ആശ്രയതാം പ്രയാന്തി, ഹ്യാശ്രയതാം പ്രയാന്തി എന്ന് പറഞ്ഞാൽ നാളെ മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും എന്ന് പ്രസിദ്ധം. ഇനി അടുത്ത ശ്ലോകം 29. ഏതത് കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർബഹുധാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോധികാന്യ. ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അന്യ ക അന്യ, അതായത് വേറെ ആര് ചെയ്യുന്നു എന്നാണ്. ഏതത് കൃതം യത് കഥനം
ത്വയാദ്യ ദേവി അംബികെ, അദ്യ ത്വയ ഇപ്പോൾ, അദ്യ ഇന്ന് ഇപ്പോൾ, അവിടുന്ന് ദേവിയാൽ, ത്വയ എന്ന് പറഞ്ഞാൽ ദേവിയാൽ, ആത്മമൂർത്തിം എന്ന് പറഞ്ഞിരിക്കുന്ന അവനവൻ്റെ സ്വന്തം ശരീരത്തെയാണ്, അനേകൈഹി രൂപൈഹി അനേകം രൂപങ്ങളെ കൊണ്ട്, ബഹുധാ കൃത്വ ബഹുവിധത്തിലാക്കി, അതായത് പല രൂപത്തിലാക്കിയിട്ട്, ധർമ്മദ്വിഷാം മഹാസുരാണം, ധർമ്മദ്വിഷാം ധർമ്മത്തിൻ്റെ ദ്രോഹികളായ, ദ്വിഷാം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ധർമ്മത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അസുരന്മാരാണ്. മഹാസുരാണാം ധർമ്മത്തിൻ്റെ ശത്രുക്കൾ, അതായത് ധർമ്മദ്രോഹികളായ മഹാസുരന്മാരുടെ യത് കഥനം കൃതം, അവരെ അതായത് ധർമ്മ വിദ്രോഹികളായ അസുരന്മാരെ ഏതു വിധത്തിൽ നശിപ്പിച്ചുവോ അതുപോലെ, തത് ഏതൽ അതുപോലെ, അന്യ കാ പ്രകരോതി വേറെ ഏതൊരുവൾ ചെയ്യുന്നു. അവിടുന്ന് ധർമ്മദ്രോഹികളായ മഹാസുരന്മാരെ ഏതൊരു വിധം പല രൂപം ധരിച്ച് പല വിധത്തിലാക്കി ചെയ്തിട്ട് ആ അസുരന്മാരെ വധിച്ചതുപോലെ വേറെ ആര് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വേറെ ആരും ചെയ്യുന്നില്ല എന്നർത്ഥം. അതിന് ശക്തിയുള്ളവരായി ഈ 3 ലോകത്തിലും ആരുമില്ല എന്നർത്ഥം. അതായത് സ്വന്തം ശരീരത്തെ നമുക്കറിയാം ബ്രാഹ്മി, ഐന്ദ്രി, വാരാഹി, കുമാരി അങ്ങനെ പല രൂപങ്ങളാക്കിയാണ് ദേവി ഈ അസുരന്മാരെ വധിച്ചത്. അനേക രൂപങ്ങളാക്കി പല രൂപത്തിൽ പല ശക്തികളായിട്ട്, എന്നാൽ ഏകയായിട്ട് അവസാനം ആ ശക്തികളെല്ലാം ദേവിയിൽ തന്നെ വിലീനമായി ചേർന്നു ഇല്ലേ. അതുപോലെ അങ്ങനെ അസുരന്മാരെ വധിച്ചിരിക്കുന്ന ആ ദേവി, ആ ശക്തി, ഈ പ്രവൃത്തി, ആ ധർമ്മദ്രോഹികളായ മഹാസുരന്മാരെ വധിച്ച ആ പ്രവൃത്തി ഇത് ചെയ്യാൻ മറ്റാർക്ക് ശക്തിയുണ്ട്? വേറെ ആര് ചെയ്യുന്നു? കാ ത്വതന്യ കൃത്വാംബികെ തത് പ്രകരോധി കാ അന്യരായ മറ്റാര് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വേറെ ആരും ചെയ്യാനില്ല. ഏതത് കൃതം യത് കഥനന്തുവാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർ ബഹുധാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോധി കാന്യ. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷ്വാദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതതീവ വിശ്വം. അതീവ വിശ്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അതീവ വിഭ്രാമയതി, അതായത് ഭ്രമിപ്പിക്കുന്നതാണ് ഈ വിശ്വം. നമ്മളെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ആദ്യം തന്നെ വൈശ്യനും സുരധനും ചോദിക്കുന്നുണ്ട്, ഈ മമത ഞങ്ങളെ ദ്രോഹിച്ചുവെങ്കിൽ പോലും ഞങ്ങൾക്ക് അവരോട് എന്തുകൊണ്ട് മമതയുണ്ടാകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടുപേരും ഇല്ലേ. ആ മമത എന്ന് പറഞ്ഞാൽ ഇത് ഭ്രമം കൊണ്ടുണ്ടാകുന്നതാണ്. വസ്തുതകൾ ശരിക്ക് അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്, അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷു ആദ്യേഷു വിദ്യ, അതായത് പല വിദ്യകളുണ്ട്. വിദ്യ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സാധാരണ സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കുന്ന വിദ്യയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, സകല വിദ്യകളും, ലോകത്തുള്ള സകല വിദ്യകളും ഉദ്ദേശിച്ചാണ് ഇവിടെ വിദ്യാസു, അതായത് എല്ലാ വിദ്യകളും പെടും അതിൽ. ശാസ്ത്രേഷു എന്ന് പറഞ്ഞാലും ഇവിടെ ആദ്യകാലം മനുസ്മൃതി മുതലുള്ള സകല ശാസ്ത്രങ്ങളും പെടും. അതുപോലെ വിവേകദീപേഷു ഇവിടെ ദീപേഷു വിവേകദീപേഷു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്തുകളെയൊക്കെയാണ്. ആദ്യേഷു വാക്യേഷു ആദ്യമായിട്ട് വാക്യം, അതായത് വേദവാക്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യേഷു വാക്യേഷു ച ആ ആദ്യ വേദവാക്യങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ യാ ഏതത് വിശ്വം യാതൊരു ദേവിയാണോ ഈ പ്രപഞ്ചത്തെ അതിമഹാന്ധകാരേ അത്യന്തം, ഇവിടെ അന്ധകാരം എന്നുദ്ദേശിച്ചിരിക്കുന്ന അജ്ഞാനമായ അന്ധകാരമാണ്. അജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം. ആ അന്ധകാരത്തിൽ മമത്വഗർത്തെ നമ്മളെ ഈ മമതയാകുന്ന മോഹക്കുണ്ടിൽ പതിപ്പിച്ചിട്ട് അതീവ വിഭ്രാമയതി അത്യന്തം ഭ്രമിപ്പിക്കുന്നു നമ്മളെ. ആ ദേവി ത്വധന്യാക ആ ദേവി അവിടുന്നല്ലാതെ മറ്റാരാണ്? അതായത് അന്യയായ മറ്റാരാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നത്? അതായത് സകല വിദ്യകളും, ആ വേദങ്ങളിൽ നിന്ന് അന്യമായ വിദ്യകളും, അതുപോലെ തന്നെ ഉപനിഷത്തുക്കൾ, അതുപോലെ വേദാന്തങ്ങൾ, പണ്ടത്തെ കർമ്മകാണ്ഡങ്ങൾ, അതുപോലെ ജ്ഞാനപ്രകാശങ്ങളായ മറ്റ് വിദ്യകൾ, ഇതെല്ലാം ഈ പ്രപഞ്ചത്തെ
ഈ അജ്ഞാനമാകുന്ന അന്ധകാരം അതുപോലെ തന്നെ നമ്മളെ ഭ്രമിപ്പിക്കുന്നു. മമതയാകുന്ന മോഹക്കുണ്ടിൽ, അതായത് നമ്മളെ മമത എന്ന ആ ഒരു ഇമോഷൻ കൊണ്ട് നമ്മളെ ഭ്രമിപ്പിച്ചിട്ട് സകല ശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഉള്ളപ്പോൾ അവകളിൽ നിന്നുണ്ടാകുന്ന ഈ വിവേകങ്ങളെല്ലാം നശിച്ച് നമ്മൾ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പതിച്ച് ഈ മമതയാൽ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ മമതയാൽ മോഹിക്കപ്പെട്ട് ഇങ്ങനെ നമ്മളെ ഭ്രമിപ്പിക്കുന്നത് അവിടുന്നല്ലാതെ മറ്റാരാണ് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ വിഷ്ണുമായയായി മഹാമായയായി ഇരിക്കുന്ന അവിടുന്ന് തന്നെയല്ലേ, അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ജീവജാലങ്ങൾക്കും പറഞ്ഞിരിക്കുന്നതാണ്. ഈ കുണ്ടിൽ പതിക്കുക, മോഹാന്ധകാരത്തിൽ, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പതിക്കുക. എല്ലാ വിദ്യകളും സമ്പാദിച്ചാലും ഇടയ്ക്കൊക്കെ എല്ലാവരും തെറ്റിപ്പോകില്ലേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു വസ്തുതയാണ് പറഞ്ഞിരിക്കുന്നത് ദേവി. ഇവിടെ വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷു ആദ്യേഷു വാക്യേഷു ച കാത്തധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമേത്യേതത് ദീപ വിശ്വം. ഈ വിശ്വത്തെ തന്നെ ഭ്രമിപ്പിക്കുന്നവൾ അവിടുന്നല്ലാതെ മറ്റാരാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അടുത്ത ശ്ലോകം. രക്ഷാംസി എത്രോഗ്രവിഷാശ്ചനാഗ എത്രാരയോ ദസ്യുബലാനി എത്ര ദാവാനലോ എത്ര തഥാബ്ധി മധ്യേ തത്ര സ്ഥിത ത്വം പരിവാസി വിശ്വം. രക്ഷാംസി, ഇവിടെ രാക്ഷസന്മാർ, എത്ര എവിടെയാണോ, ഉഗ്രവിഷാഹ നാഗാഹ ച, അതായത് ഉഗ്രവിഷമുള്ള നാഗങ്ങളെ, ആ ഉഗ്രവിഷം ഇവിടെ നാഗാഹ ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ എന്ന് ഉദ്ദേശിച്ചാൽ മതി. അതായത് ഉഗ്രവിഷം ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉഗ്രവിഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സർപ്പങ്ങൾ എവിടെയാണോ, അരേഹ, അതുപോലെ അരേഹ എന്ന് പറഞ്ഞിരിക്കുന്ന അരികൾ, ശത്രുക്കൾ എന്നാണ്. എത്ര ശത്രുക്കൾ എവിടെയാണോ ഉള്ളത്. ദസ്യു എന്ന് പറഞ്ഞാൽ ദസ്യുബലാനി, ദസ്യു ഈ കള്ളന്മാരുടെ, ദസ്യുബലം കള്ളന്മാരുടെ കൂട്ടമാണ് എവിടെയാണോ ഉള്ളത്. ദാവാനലൻ എന്ന് പറഞ്ഞാൽ കാട്ടുതീയെ, എത്ര എവിടെയാണോ കാട്ടുതീ ഉള്ളത്. തഥാ അബ്ധി മധ്യേ, തഥാ അപ്രകാരം തന്നെ അബ്ധി സമുദ്രമാണ്, സമുദ്രമധ്യത്തിലും തത്ര സ്ഥിത അവിടെ സ്ഥിതി ചെയ്തിട്ട് ത്വം വിശ്വം പരിവാസി അവിടെ നിന്തിരുവടി, അതായത് ദേവി ലോകത്തെ രക്ഷിക്കുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിലല്ല, എവിടെയാണോ രാക്ഷസന്മാരുള്ളത്, അതുപോലെ ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ എവിടെയാണോ ഉള്ളത്, ശത്രുക്കൾ എവിടെയാണോ ഉള്ളത്, കള്ളന്മാരുടെ കൂട്ടം എവിടെയാണോ ഉള്ളത്, കാട്ടുതീ എവിടെയാണോ ഉള്ളത്, അതുപോലെ സമുദ്രമധ്യത്തിലും എവിടെ നമ്മൾ അകപ്പെട്ടാലും അവിടെയെല്ലാം സ്ഥിതി ചെയ്തിട്ട് അവിടെയെല്ലാം സ്ഥിതി ചെയ്ത് നമ്മളെ ദേവി രക്ഷിക്കുന്നു. അതായത് എല്ലായിടത്തും ദേവി നമ്മൾക്ക് രക്ഷയായിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ രക്ഷാംസി എത്രോഗ്രവിഷാശ്ചനാഗ എത്ര ആരയോ ദസ്യുബലാനി എത്ര ദാവാനലോ എത്ര ദധാബ്ധി മധ്യേ തത്ര സ്ഥിത ത്വം പരിവാസി വിശ്വം. അല്ലയോ ദേവി, അവിടുന്ന് ഏതെല്ലാം ദിക്കിൽ ആപത്തുണ്ടോ ആ ദിക്കിലെല്ലാം സ്ഥിതി ചെയ്ത് വിശ്വത്തെ രക്ഷിക്കുന്നു. അവിടെ മറ്റ് രക്ഷയൊന്നും ആവശ്യമില്ല, അവിടുന്ന് തന്നെയാണ് രക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. വിശ്വേശ്വരി ത്വം പരിവാസി വിശ്വം വിശ്വാത്മിക ധാരയസീതി വിശ്വം വിശ്വേശവന്ദ്യ ഭവതി ഭവന്തി വിശ്വാശ്രയ ഏ ത്വയി ഭക്തി നമ്രാഹ. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ ദേവി. വിശ്വേശ്വരി, വിശ്വത്തിന് ഈശ്വരിയായി ഭവിക്കുന്നു. വിശ്വം അത് നിമിത്തം ഈ ബ്രഹ്മാണ്ടം, ഈ ലോകം, പരിവാസി രക്ഷിക്കപ്പെടുന്നു അവിടുന്ന് വിശ്വത്തിന് ഈശ്വരിയാണ്. അതുകൊണ്ട് ഈ വിശ്വം, ഈ ബ്രഹ്മാണ്ടം അവിടുന്ന് ദേവിയാൽ രക്ഷിക്കപ്പെടുന്നു. ത്വം വീണ്ടും പറഞ്ഞിരിക്കുന്നു ദേവി വിശ്വാത്മിക, വിശ്വത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വരൂപിണി, പ്രപഞ്ച സ്വരൂപം തന്നെ അവിടുന്നാണ്. അത് നിമിത്തം വിശ്വം ധാരയസി, അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നു. ഭവതി ദേവി വിശ്വേശവന്ദ്യ, അതായത് വിശ്വേശന്മാർക്ക് വന്ധ്യയായി ഭവിക്കുന്നു. എല്ലാ വിശ്വേശ്വരന്മാരും അവിടുത്തേക്ക്, ദേവന്മാരും അവിടുത്തെ വന്ദിക്കുന്നു. ഏ ത്വയി, ഇനി ആരാണോ ചിലർ അവിടുന്ന് ഭക്തി നമ്ര, ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരായി ഭവിക്കുന്നത്, അവിടുത്തെ മുൻപിൽ ആരാണോ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരായിരിക്കുന്നത്, വിശ്വാശ്രയായ ഭവന്തി, അവർ ലോകത്തിന് തന്നെ ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ദ്രബ്രഹ്മാദികൾക്കും കൂടി ദേവന്മാർക്കും കൂടി വന്ധ്യയാകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരാലും വന്ദിക്കപ്പെടുന്നത് കൊണ്ട് അവിടുന്ന് ഭക്തിയോടുകൂടി അവിടുത്തെ നമസ്കരിക്കുന്നവർ
വിശ്വത്തിന് ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു. ഇവിടെ സൃഷ്ടാവാണ് ബ്രഹ്മാവ്, രക്ഷിതാവാണ് വിഷ്ണു, അതുപോലെ തന്നെ സംഹരിക്കുന്ന ദേവനാണ് മഹേശ്വരൻ. അവർക്കും കൂടി വന്യയാണ് ദേവി. അതാണ് അവരാലും സ്തുതിക്കപ്പെടുന്നതാണ് ദേവി. ആ ദേവിയെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർ ഈ പ്രപഞ്ചത്തിന് തന്നെ ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു എന്ന് സാരം. വിശ്വേശ്വരി ത്വം പരിവാസി വിശ്വം വിശ്വാത്മിക ധാരയസീതി വിശ്വം വിശ്വേശവന്ധ്യ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയ് ഭക്തി നമ്രാഹ. ഇനി അടുത്ത ശ്ലോകം. ദേവി പ്രസീദ പരിപാലയ നോരിഭീതേർനിത്യം യഥാസുരവധാധുനൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാദപാകജനിതാം ശമഹോപസർഗാൻ. ദേവി പ്രസീദ, അല്ലയോ ദേവി അവിടുന്ന് പ്രസാദിച്ചാലും സന്തോഷിച്ചാലും. പരിപാലയ നോരിഭീതേർ നിത്യം, അതായത് പരിപാലയ നിത്യം, നിത്യം പരിപാലിച്ചാലും എന്ന് പറഞ്ഞാൽ നിത്യം എല്ലായ്പ്പോഴും രക്ഷിച്ചാലും എന്നാണ്. യഥാ അസുര മഹോപസർഗാൻ, എല്ലാ ഇവിടെ മഹാ ഉപദ്രവങ്ങളെയാണ് മഹോപസർഗാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അസുരവധ അസുരന്മാരെ വധിച്ചതുകൊണ്ട് അധുന ഏവ ഇപ്പോൾ തന്നെ സദ്യ എന്ന ക്ഷണത്തിൽ ഞങ്ങളെ അസുരന്മാരെ, ഇവിടെ ദേവന്മാർ പറയുകയാണ്, അവിടുന്ന് അല്ലയോ ദേവി അവിടുന്ന് എപ്രകാരം അസുരന്മാരെ എല്ലാം വധിച്ച് ഞങ്ങളെ രക്ഷിച്ചുവോ അതുപോലെ ഇപ്പോൾ തന്നെ ശത്രുഭയത്തിൽ നിന്ന് നിത്യം പരിപാലയായ എല്ലായ്പ്പോഴും ഞങ്ങളെ രക്ഷിച്ചാലും. സർവജഗതാം പാപാനി, സർവലോകങ്ങളുടെയും പാപങ്ങൾ, അതായത് പാപങ്ങൾ ദുരിതങ്ങൾ. ഉത്പാദപാകജനിതാൻ, അതുപോലെ അധർമ്മം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. മഹോപസർഗാൻ, മഹോപദ്രവങ്ങൾ, ആ അധർമ്മം കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ. ആശു പ്രശമം നയ, വേഗത്തിൽ ദൂരീകരിച്ച്, അതായത് നീക്കി ഞങ്ങൾക്ക് പ്രശാന്തിയെ പ്രാപിച്ച, അതായത് പ്രശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനം തന്നാലും എന്നാണ്. സമാധാനത്തെ പ്രാപിക്കാൻ ഇടയാക്കിയാലും. അല്ലയോ ദേവി ശത്രുഭയത്തിൽ നിന്നും ഞങ്ങളെ എല്ലായ്പ്പോഴും രക്ഷിച്ചാലും. സർവ്വലോകങ്ങളുടെയും ദുരിതങ്ങളെയും അധർമ്മം കൊണ്ടുണ്ടാകുന്ന മറ്റ് ഉപദ്രവങ്ങളെയും വേഗത്തിൽ മാറ്റി സമാധാനം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ശാന്തി ഉണ്ടാക്കിയാലും എന്ന് ദേവിയോട് പറയുകയാണ്. ദേവി പ്രസീദ പരിപാലയ നോരിഭീതൻ നിത്യം യഥാസുരവധാധുനൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാദപാകജനിതാം ശമഹോപസർഗാൻ. ഇനി അടുത്തത് പ്രണദാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഢ്യേ ലോകാനാം വരദാഭവ. ഈ ശ്ലോകത്തിനും പ്രത്യേകതയുണ്ട്. ഈ ശ്ലോകം ജപിച്ചാൽ സർവ അഭീഷ്ടം സാധിക്കും എന്നാണ് പറയുന്നത്. പ്രണദാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി. വിശ്വാർത്തിഹാരിണി എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ പീഡകളെ അല്ലെങ്കിൽ ദുരിതങ്ങളെ എല്ലാം അകറ്റുന്ന ദേവി, നശിപ്പിക്കുന്ന ദേവി. ത്വം അവിടുന്ന് പ്രണതാനാം ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർക്ക് പ്രസാദിച്ചാലും ദേവി. ത്രൈലോക്യവാസിനാം 3 ലോകങ്ങളിലും വസിക്കുന്നവർക്ക് ഈഢ്യേ സ്തുതിക്കപ്പെടാൻ യോഗ്യതയായിട്ടുള്ളവളാണ് ദേവി. ആ ഈഢ്യേ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകാനാം, അവിടുന്ന് ലോകങ്ങൾക്ക് വരദാഭവ വരങ്ങളെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും. ഇവിടെ വരങ്ങളെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും എന്നാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അല്ലേ. ലോകത്തിലുള്ള എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്ന ദേവി അവിടുന്ന് ഈ 3 ലോകങ്ങളിലും വസിക്കുന്നവർക്ക് സ്തുതിക്കപ്പെടുവാൻ യോഗ്യയായ ദേവിയാണ് അവിടുന്ന് ഞങ്ങൾക്ക് വരങ്ങളെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും, അതായത് ദാനം ചെയ്താലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രണദാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഢ്യേ ലോകാനാം വരദാഭവ. ഇനി അടുത്ത മന്ത്രം ഉവാച മന്ത്രമാണ്. ദേവി ഉവാച. ഇത്രയും ദേവന്മാർ പറഞ്ഞപ്പോൾ ദേവി തിരിച്ചു പറയുന്നതാണ്. എന്താണ് 35-ാമത്തെ ശ്ലോകത്തിലാണ് ദേവി പറയുന്നത്. വരദാഹം സുരഗണ വരം യം മനസ്സേച്ഛത തം വൃണധ്വം പ്രയച്ഛാമി ജഗതാമുപകാരകം. ഇത്രേ ദേവി പറയുന്നുള്ളൂ. അതായത് ദേവി ഉവാച 611-ാമത്തെ ഉവാച മന്ത്രമാണ്. അത് കഴിഞ്ഞ് ഇവിടെ വരദാഹം, അഹം വരദ, ഞാൻ വരത്തെ നൽകുന്നവളാണ്, വരത്തെ ദാനം ചെയ്യുന്നവൾ തന്നെയാണ്. ഞങ്ങൾക്ക് വരത്തെ തന്നാലും എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവർക്ക് വരത്തെ ദാനം ചെയ്യുന്നവളാണ് ഞാൻ.
ഇയം മനസ ഇച്ഛത, അതായത് ഏതൊരു വരത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മനസാ ഇച്ഛത മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ജഗതാം ഉപകാരക, അത് ലോകങ്ങൾക്ക് ഉപകാരത്തെ ചെയ്യുന്നതായ തം വരം വൃണധ്വം തം വൃണധ്വം, ആ വരത്തെ പ്രാർത്ഥിച്ചാലും പ്രയച്ഛാമി, ഞാൻ തരുന്നുണ്ട്. ദേവന്മാരോട് പറയുകയാണ് ദേവി, ഞാൻ വരത്തെ ദാനം ചെയ്യുന്നവൾ തരും. സുരഗണ എന്ന് പറഞ്ഞാൽ ദേവസമൂഹങ്ങളെ, അതായത് എല്ലാ ദേവന്മാരെയും അഡ്രസ്സ് ചെയ്തിട്ട് പറയുകയാണ്, അഹം വരദ, ഞാൻ വരത്തെ ദാനം ചെയ്യുന്നവൾ തന്നെയാണ്. ഏത് വരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വരത്തെ, ആ ലോകത്തിന് ഉപകാരപ്രദമായ വരത്തെ ഞാൻ ഇപ്പോൾ തന്നെ തരുന്നുണ്ട് എന്ന് ദേവി പറഞ്ഞു. ചണ്ഡികാദേവി ആ ദേവന്മാരുടെ സ്തുതിയിൽ പ്രസാദിക്കപ്പെട്ട് അവരോട് ഉചിതമായ വരത്തെ ചോദിച്ചുകൊള്ളാൻ പറയുകയാണ്. ഇനി അടുത്തത്, ഉടനെ ദേവന്മാർ തിരിച്ച് ദേവാ ഊജുഹു, ഇവിടെ ഉവാച എന്ന് പറഞ്ഞപ്പോൾ ഏകവചനം, ഊജുഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവന്മാർ പറയുന്നു എന്നാണ്. 36-ാമത്തെ ശ്ലോകം, സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരീ ഏവമേവ ത്വയാ കാര്യമസ്മദ്വൈരിവിനാശനം. സർവബാധാ പ്രശമനം, അഖിലേശ്വരി അതായത് ഈ സർവേശ്വരി, ത്രൈലോക്യസ്യ 3 ലോകങ്ങൾക്കും, സർവബാധ പ്രശമനം, എല്ലാ ബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുഷ്ടബാധകളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സകല ദുഃഖങ്ങളെയാണ്, എല്ലാ ദുഃഖങ്ങളെയും, ബാധ പ്രശമനം എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുന്നത്, എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതായ അസ്മത് വൈരി വിനാശനം, ഞങ്ങളുടെ വൈരി ശത്രുക്കളെ നശിപ്പിച്ചു ഇല്ലേ. ഏവം അതുപോലെ തന്നെ ഇപ്രകാരം ത്വയ അവിടുന്ന് കാര്യം ചെയ്യപ്പെടേണ്ടതാകുന്നു. ഇപ്പോൾ അസുരന്മാർ വധിച്ചതുപോലെ തന്നെ ഈ ലോകത്തിന് ഫലപ്രദമാകുന്ന ഉപകാരപ്രദമാകുന്ന കാര്യമാണ് അവിടുന്ന് ചെയ്യേണ്ടത്. ഞങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചതുപോലെ തന്നെ അവിടുന്ന് മറ്റൊരു കാര്യങ്ങളും ചെയ്യണം. അതായത് സകല ലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന 3 ലോകത്തിൻ്റെയും സ്വാമിനിയായിരിക്കുന്ന അവിടുന്ന് ദേവി, അവിടുന്ന് ഈ 3 ലോകങ്ങളുടെയും സർവ്വദുഃഖ വിനാശനം, അതായത് സർവബാധാപ്രശമനം, സർവ്വദുഃഖങ്ങളുടെയും ശമനത്തിന് വേണ്ടി ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഇനിയും ചെയ്താൽ മതിയെന്ന്, ഈ ജഗത്തിന് ഉപകാരമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്ന് ഈ ദേവന്മാർ പറയുകയാണ്. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യമസ്മദ് വൈരിവിനാശനം. ഇനി അപ്പോൾ ദേവി എന്താ മറുപടി പറഞ്ഞെന്ന് നോക്കുക. ദേവി ഉവാച, 615-ാമത്തെ ഉവാച മന്ത്രമാണ്. ഇവിടെ 37-ാമത്തെ ശ്ലോകം, വൈവസ്വതേന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭശ്ചൈവാന്യാ ഉൽപത്സ്യേതേ മഹാസുരൗ. ദേവി പറഞ്ഞത് ഇങ്ങനെയാണ്, വൈവസ്വതേന്തരേ, ഈ വൈവസ്വത മന്വന്തരത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ. അഷ്ടവിംശതിമേ യുഗേ പ്രാപ്തേ, അതായത് അഷ്ടവിംശതി എന്ന് പറഞ്ഞാൽ 28-ാമത്തെ യുഗം വരുമ്പോൾ ശുംഭ നിശുംഭ ച, ഈ ശുംഭ നിശുംഭന്മാർ എന്ന ഈ അസുരന്മാർ, അന്യവും മഹാസുരവും വേറെ 2 മഹാസുരന്മാർ, ഉത്പത്സ്യേതേ ഉദ്ഭവിക്കും. ഇപ്പോൾ വധിക്കപ്പെട്ടവരല്ല, വേറെ 2 അസുരന്മാർ ഉത്ഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വൈവസ്വത മന്വന്തരത്തിൽ 28-ാമത്തെ ചതുർയുഗത്തിൽ ശുംഭ നിശുംഭന്മാർ എന്ന പേരോടുകൂടി വേറെ 2 മഹാസുരന്മാർ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഈ ചതുർയുഗം എന്ന് പറഞ്ഞിരിക്കുന്നത് കലിദ്വാപര സന്ധിയിൽ എന്നാണ്, രണ്ടും കൂടെ കൂടിച്ചേരുന്ന അവസരത്തിൽ. വൈവസ്വതേന്തരേ, വൈവസ്വത മനുവിൻ്റെ അധികാരത്തോടു കൂടിയ കാലത്തിൽ, അതായത് ആ ഭരണകാലത്ത്, രക്തബീജ വധത്തിന് ശേഷം ദേവി ദേവന്മാരോട് ഇത് പറയുകയാണ്, ആ കാലത്തിന് ശേഷം മേൽ വരാൻ പോകുന്ന വൈവസ്വത മന്വന്തരത്തിൽ നന്ദഗോപകുലത്തിലും മറ്റും ദേവിയുടെ അവതാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് മുതലാണ് അത് പറയുന്നത് ദേവി കേട്ടോ. അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭശൈവാന്യ ഉൽപത്സ്യേതേ മഹാസുരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, അല്ലയോ ദേവന്മാരെ കേട്ടാലും എന്ന് പറഞ്ഞ് ഇനിയും ഇല്ലം ദേവി പറയുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. 38-ാമത്തെ ശ്ലോകത്തിൽ, നന്ദഗോപഗൃഹേ ജാതായ ശോധാ ഗർഭസംഭവാ തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. ഇവിടെ വിന്ധ്യാചല നിവാസിനിയായിട്ട് തതസ്തൗ നാശയിഷ്യാമി, തൗ നാശയിഷ്യാമി, അവരെ ഈ ശുംഭ നിശുംഭന്മാർ ഉണ്ടാകുമ്പോൾ അവരെ നശിപ്പിക്കും എന്നാണ്. നാശയിഷ്യാമി, ഞാൻ നശിപ്പിക്കുന്നുണ്ട്. നന്ദഗോപഗൃഹേ, നന്ദഗോപരുടെ ഗ്രഹത്തിൽ, തതഃ അനന്തരം, യശോദാ ഗർഭസംഭവ ജാത, യശോദയുടെ പുത്രിയായി ജനിച്ചിട്ട്,
വിന്ധ്യാചല നിവാസിനി. നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിൽ അത് യഥാർത്ഥത്തിൽ യശോദയുടെ പുത്രിയല്ല അല്ലേ, അത് അവിടുന്ന് പുത്രി തന്നെയാണല്ലേ. ഇവിടുന്ന് കൃഷ്ണനെ കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ട് യശോദയുടെ പുത്രിയെ തിരിച്ചെടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ യശോദാപുത്രിയായിട്ട് ജനിക്കുന്ന ആ ദേവിയാണ് കംസൻ വധിക്കാൻ തുനിയുമ്പോൾ കാലിൽ പിടിച്ച് നിലത്തടിക്കാൻ തുടങ്ങുമ്പോൾ മേൽപോട്ട് ഉയർന്നു പൊങ്ങിപ്പോകുന്ന ആ ദേവി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ. വിന്ധ്യാചല നിവാസിനിയായി വിന്ധ്യപർവ്വതത്തിൽ ഗംഗാതീരത്തിൽ നിവസിക്കുന്നവളാണ് വിന്ധ്യാചല നിവാസിനി. തൗ നാശയിഷ്യാമി, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നന്ദഗോപഗ്രഹേ ജാത യശോദാ ഗർഭസംഭവ തതസ്ഥൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. ഇവിടെ യശോദയുടെ ഗർഭത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വിന്ധ്യപർവ്വതത്തിൽ വസിച്ചുകൊണ്ട് ശുംഭനിശുംഭന്മാർ എന്ന അസുരന്മാരെ നശിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി ഇവിടെ ഈ ദേവി മഹാലക്ഷ്മിയുടെ അംശമാണ്. നന്ദാ ഭഗവതീ നാമ യാ ഭവിഷ്യതി നന്ദജ. ഇത് പിന്നീട് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി കേട്ടോ. ഇന്ദിരാ കമലാലക്ഷ്മി എന്ന് ഈ രഹസ്യത്രയത്തിൽ പറയുന്നുണ്ട്. അത് നമ്മളിനി വായിക്കും. അത് ഇനി അടുത്ത ശ്ലോകം നോക്കാം. പുനരപ്യതിരൗദ്രേണ രൂപേണ പൃഥ്വീതലേ അവതീരി ഹനിഷ്യാമി വൈപ്രജിത്താംശ്ചദാനവാൻ. ഇവിടെ പുനരപ്യതിരൗദ്രേണ, അതിരൗദ്രേണ, പുനഃ അഭി, പിന്നെയും, അതായത് ഇങ്ങനെ യശോദാഗർഭത്തിൽ ജനിച്ച് അസുരന്മാരെ ശുംഭനിശുംഭന്മാരെ വധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ് അതിരൗദ്രേണ രൂപേണ, അതിഭയങ്കരമായ രൂപത്തോടുകൂടി പൃഥ്വീതലേ അവതീര്യ, ഞാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് വൈപ്രചിത്താൻ, അതായത് വിപ്രചിത്തിയുടെ പുത്രന്മാരായി ദാനവാൻ ച ഹനിഷ്യാമി, അസുരന്മാരെയും കൊല്ലുന്നുണ്ട്. ശുംഭനിശുംഭന്മാരെ മാത്രമല്ല, ഞാൻ വിപ്രചിത്തിയുടെ പുത്രന്മാരായ അസുരന്മാരെയും കൊല്ലുന്നുണ്ട്. അതാണ് വൈപ്രചിത്താൻ മഹാസുരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവിയായ ഞാൻ ഈ വൈവസ്വത മന്വന്തരത്തിൽ തന്നെ 28ാമത്തെ ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം വരുമ്പോൾ വിപ്രചിത്തി എന്ന അസുരൻ്റെ അസുരന്മാരെ, അവരുടെ മക്കളായ അസുരന്മാരെ അതിഭയങ്കരമായ രൂപത്തോടു കൂടി ഭൂമിയിൽ അവതരിച്ചിട്ട് നിഗ്രഹിക്കുന്നു എന്നാണ്. അവതീര് ഹനിഷ്യാമി, ഹനിഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ വധിക്കും. വൈപ്രജിത്താംശ്ചദാനവാൻ, വിപ്രജിത്തിയുടെ പുത്രന്മാരെ വധിക്കും എന്നർത്ഥം. പുനരപ്യതിരൗദ്രേണ രൂപേണ പൃഥ്വീതലേ അവതീര് ഹനിഷ്യാമി വൈപ്രജിത്താംശ്ചദാനവാൻ. 40ാമത്തെ ശ്ലോകം. ഭക്ഷയന്ത്യാശ്ചതാനുഗ്രാൻ വൈപ്രജിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാഹ. ഇവിടെ ഉഗ്രാൻ മഹാസുരൻ എന്ന് പറഞ്ഞാൽ രൗദ്രന്മാരായ ഉഗ്രന്മാരായ മഹാസുരന്മാർ. താൻ വൈപ്രജിത്താൻ, ആ വിപ്രജിത്തിയുടെ പുത്രന്മാരെ ഭക്ഷയന്ത്യാഹ ദന്താഹ, ഭക്ഷിക്കുന്നവളായ എൻ്റെ പല്ലുകൾ, രക്താഹ ച, രക്തം കൊണ്ട് ചുവന്നിട്ട്, ദാഡിമി കുസുമോപമാഹ, ഈ ദാഡിമി കുസുമം എന്ന് പറഞ്ഞാൽ ഈ മാതളത്തിൻ്റെ പൂക്കൾ പോലെ എന്നാണ്. ഭവിഷ്യന്തി, ഭവിക്കും, അതായത് ഈ അസുരന്മാരെ ഭക്ഷിച്ച് ആ രക്തം കൊണ്ട് എൻ്റെ പല്ലുകളൊക്കെ ചുമക്കും. അപ്പോൾ അത് മാതളത്തിൻ്റെ പൂക്കൾ പോലെ, മാതളം പൊളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ കളറ് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ആ കുരുക്കൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാലും ഇങ്ങനെ ചെറിയ നല്ല റെഡ് കളറിലാണ് അല്ലേ. എന്തായാലും ഇവിടെ മാതളത്തിൻ്റെ പൂക്കൾ പോലെ ചുവന്നിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉഗ്രന്മാരായിരിക്കുന്ന ആ വൈപ്രജിത്തന്മാരെ മഹാസുരന്മാരെ ഭക്ഷിക്കുന്ന എൻ്റെ പല്ലുകൾ രക്തം കൊണ്ട് ചുവന്ന കളറായിട്ട് മാതള പൂക്കൾ പോലെ ചുവന്ന നിറത്തോടു കൂടിയവയായിരിക്കുമെന്ന് ദേവി പറയുകയാണ്. തത്തോമാം ദേവത, അടുത്ത ശ്ലോകമാണ്. തത്തോമാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാഹ സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. തതഃ, അനന്തരം, സ്വർഗേ ദേവത, സ്വർഗത്തിലുള്ള ദേവലോകത്തിലുള്ള ദേവന്മാർ, മർത്യലോകേ മാനവ, മർത്യലോകത്തിൽ മനുഷ്യരും, ച, അവർ മനുഷ്യരും, മാം, എന്നെ, സതതം സ്തുവന്തഃ, ഇങ്ങനെ അസുരന്മാരെ കൊന്നതിന് എന്നെ സതതം എല്ലായ്പ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കും. അതാണ് സ്തുവന്തഃ. രക്തദന്തികാം വ്യാഹരിഷ്യന്തി, അങ്ങനെ രക്തദന്തിക എന്ന് എന്നെ വിളിച്ച് എന്നെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതായത് മാതളപ്പൂക്കൾ പോലെ ചുവന്ന പല്ലുകളായി തീരും എനിക്ക് എന്ന് പറഞ്ഞാൽ രക്തം കൊണ്ട് ചുവന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അസുരന്മാരെ വധിച്ച് എൻ്റെ പല്ലുകൾ ഇങ്ങനെ ചുവന്നിരിക്കുന്നത് കൊണ്ട്, രക്തം കൊണ്ട് ചുവന്നിരിക്കുന്നത് കൊണ്ട് സ്വർഗലോകത്തിൽ ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരും എന്നെ എല്ലായ്പ്പോഴും രക്തദന്തിക എന്ന് വിളിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവി. തതോമാം ദേവതാഹ
സ്വർഗേ മർത്യലോകേ ച മാനവാഹ സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തിക. ഇനി 42ാമത്തെ ശ്ലോകം നോക്കാം. ഭൂയശ്ച ശതവാർഷിക്യാമനാവൃഷ്ട്യാമനംഭസി മുനിഭിം സംസ്മൃതാ ഭൂമോ സംഭവിഷ്യാമ്യയോ നിജ. ഭൂയ ച ശതവാർഷിക്യാം, പിന്നെയും 100 വർഷം മുഴുവനും, അനാവൃഷ്ട്യാം, അനാവൃഷ്ടി, വൃഷ്ടി മഴ പെയ്യുന്നതാണ്, അനാവൃഷ്ടി മഴ പെയ്യാത്തത് കൊണ്ട്, അനംഭസി, അംഭസ് ജലമാണ്, അനംഭസി ഭൂമോ, ഭൂമിയിൽ ജലമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പം മുനിഭിഹി, മുനിമാർ, സംസ്മൃത, എന്നെ സ്മരിക്കുമില്ലേ, മുനികളാൽ ഞാൻ നല്ലവണ്ണം സ്മരിക്കപ്പെടും. അയോനിജ സംഭവിഷ്യാമി, ഞാൻ അന്നേരം അയോനിജയായി ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സീതാദേവി അയോനിജയായി ജനിച്ചവളാണ് സ്വയംപ്രഭ ദേവി, അതുപോലെ തന്നെയാണ്. അങ്ങനെ അയോനിജയായി ജനിക്കുക എന്ന് പറഞ്ഞാൽ സ്വയംഭൂവായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ പിന്നെയും 100 വർഷം കഴിയുമ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് ഈ ജലമില്ലാത്ത ഭൂമിയിൽ മുനികളാൽ നല്ലവണ്ണം സ്മരിക്കപ്പെട്ടതിൻ്റെ ഫലമായി ഞാൻ അയോനിജയായി, യോനിയിൽ നിന്നല്ലാതെ ജനിക്കുന്നതിനെയാണ്, സാധാരണ പ്രഗ്നൻ്റായി ജനിക്കുന്നത് പോലെ അല്ലാതെ ജനിക്കുന്നതിനാണ് അയോനിജയായി ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ജനിക്കുമെന്ന് ദേവി പറയുകയാണ്. ഭൂയശ്ച ശതവാർഷിക്യാമനാവൃഷ്ട്യാമനംഭസി, ശതവാർഷിക്യാം അനാവൃഷ്ട്യാം അനംഭസി എന്നാണ്. അനംഭസി, അംഭസില്ലാതെ, ജലമില്ലാത്ത ഭൂമിയിൽ, മുനിഭി സംസ്മൃത ഭൂമൗ സംഭവിഷ്യാമി അയോനിജ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം. തതശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനീൻ കീർത്തിഷ്യന്തി മനുജാഹ ശതാക്ഷീമിതി മാം തതഃ. തതഃ നേത്രാണാം ശതേന, അനന്തരം 100 കണ്ണുകൾ കൊണ്ട്, നേത്രാണാം നേത്രങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, ശതേന 100 കണക്കിന്, മുനീൻ നിരീക്ഷിഷ്യാമി മുനികളെ കടാക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുനികൾ എന്നെ മഴ പെയ്യാൻ വേണ്ടി എന്നെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കും, സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ 100 കണ്ണുകൾ കൊണ്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കും. യത്തതഃ എന്നത് യാതൊന്ന് ഹേതുവായിട്ട് മാം മനുജാഹ എന്നെ മനുഷ്യർ ശതാക്ഷിയും വിധി കീർത്തിഷ്യന്തി ശതാക്ഷി എന്ന് വിളിക്കും, കീർത്തിക്കും, പ്രകീർത്തിക്കുമെന്ന്. അതായത് മുനിമാർ ഇങ്ങനെ എന്നെ സ്മരിക്കുമ്പോൾ ഞാനത് 100 കണ്ണുകൾ കൊണ്ട് മുനിമാരെ നോക്കിക്കൊണ്ടേയിരിക്കും. കടാക്ഷം എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്. കടാക്ഷിച്ചുകൊണ്ടിരിക്കും. നിരീക്ഷിഷ്യാമി എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്നെ ശതാക്ഷി എന്ന് മനുജാഹ മനുഷ്യർ കീർത്തിച്ചുകൊണ്ടിരിക്കും, അതായത് പ്രകീർത്തിക്കും. ശതാക്ഷിമിതി മാം തതഃ, അനന്തരം ഞാൻ 100 കണ്ണുകളെ കൊണ്ട് മുനികളെ കടാക്ഷിക്കും. അത് കാരണം തന്നെ എന്നെ മനുഷ്യർ ശതാക്ഷി എന്ന് പ്രകീർത്തിക്കും. ശതാക്ഷി, ശാകംഭരി, ദുർഗ എന്നീ ദേവിമാരുടെ സ്ഥാനങ്ങൾ കൃഷ്ണ, വേണി, തുംഗഭദ്ര എന്നീ നദികളുടെ മധ്യഭാഗത്തിൽ സഹ്യപർവ്വതത്തിനടുത്താണെന്ന് പ്രസിദ്ധിയുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടാണെന്ന്. ഇനി അയോനിജയായി അവതരിച്ചു, അതിനുശേഷം എന്നെ സ്തുതിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഋഷിമാരെ ഞാൻ 100 കണ്ണുകൾ കൊണ്ട് കടാക്ഷിക്കുന്നത് നിമിത്തം എന്നെ ശതാക്ഷി, അതായത് 100 കണ്ണുകളോട് കൂടിയവൾ എന്ന് എന്നെ പ്രകീർത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തതോഹമഖിലം ലോകം ആത്മദേഹ സമുദ്ഭവൈ ഭരിഷ്യാമി സുരാഹ ശാഖൈരാവൃഷ്ടേ പ്രാണധാരകൈ. ഇവിടെ സുരാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, അല്ലയോ ദേവന്മാരെ എന്ന് വിളിച്ചിരിക്കുകയാണ്. തതഹാഹം അനന്തരം ഞാൻ ആത്മദേഹ സമുദ്ഭവ എൻ്റെ ദേഹത്തിൽ നിന്ന് ഉണ്ടായവയായിട്ട് പ്രാണധാരകൈ ഞാൻ പ്രാണത്തെ ധരിക്കും, അതായത് എൻ്റെ പ്രാണരക്ഷയെ ചെയ്യുന്നവയായിരിക്കുന്ന ശാഖൈ സസ്യങ്ങളെ കൊണ്ട് ആവൃഷ്ടേ മഴ പെയ്യുന്നത് വരെ അഖിലം ലോകം ഭരിഷ്യാമി സകല ലോകത്തെയും രക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലയോ ദേവന്മാരെ, പിന്നീട് ഞാൻ എൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായവയും പ്രാണനെ രക്ഷിക്കുന്നവയുമായ ചെറിയ ചെറിയ സസ്യങ്ങളെ കൊണ്ട് മഴ പെയ്യുന്നത് വരെ സമസ്ത ലോകത്തെയും രക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശതാക്ഷി എന്ന് പ്രകീർത്തിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ദേഹത്തിൽ നിന്ന് തന്നെ ഉണ്ടായവയായി സകല പ്രാണികളെയും പ്രാണങ്ങളെ രക്ഷിക്കുന്നവയായിരിക്കുന്ന ചെറിയ ചെറിയ സസ്യങ്ങൾ, അവയെ കൊണ്ട് മഴയുണ്ടാകുന്നവരെ സകല ലോകത്തെയും പരിപോഷിപ്പിക്കുന്നുണ്ട്. അതായത് ജലത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ പറ്റിയ സസ്യങ്ങൾ, ജലാംശമുള്ള സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിച്ച് ജീവികൾ സ്വന്തം പ്രാണൻ നിലനിർത്തട്ടെ എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം 45 മുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം.
ഇത് ഇന്നിത്രയും മതി. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും സംവദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.